എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥിനി ജാസ്ലയുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഓടിച്ചയാളെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അങ്കമാലി പോലീസ് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നുണ്ട്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി. ആൻമരിയ, നേരത്തെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം എങ്ങനെയാണ്? കാർ അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിലാണ് പ്രതിയെ പിടികൂടാത്തതിലുള്ള പ്രതിഷേധം ശക്തമാകുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. അങ്കമാലി പോലീസ് സ്റ്റേഷന് മുന്നിൽ നേരത്തെ പോലീസിന്റെ വിശദീകരണമായി വന്നത് അവർ കൃത്യമായി തന്നെ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ആ ചിത്രവും നമ്മൾ ഉൾപ്പെടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐയും പ്രതിഷേധിക്കുന്നുണ്ട് പ്രതിയെ പിടികൂടാത്തതിനെതിരെ എന്നുള്ളതാണ്. ആൻമരിയ, കൂടുതൽ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തുകയാണ്. അനുജ, തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. മറുഭാഗത്ത് ഇപ്പോൾ ഡിവൈഎഫ്ഐയും പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നാണ് പ്രതിഷേധമുയരുന്നത്. അതോടൊപ്പം തന്നെ ജാസ്ലിന്റെ നാട്ടിൽ, അതായത് എടവനക്കാട് സ്വദേശിനിയാണ് ജാസ്ലിന്റെ നാട്ടിൽ ഇത് പ്രതിഷേധവുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധം മുറുകുകയാണ്. അത് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പല നാട്ടുകാരും ഈ സമയങ്ങളിൽ അത്ര കടന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഉള്ളിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കുള്ള ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ്. ഇപ്പോൾ കാർ ഓടിച്ച ആളെ പ്രതിയെ പിടികൂടാത്തതിലുള്ള പ്രതിഷേധം അത് കടുക്കുകയാണ്. അങ്കമാലി പോലീസ് സ്റ്റേഷന് മുന്നിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.